സൗണ്ട് പോയി. എടാ ഈ സൗണ്ടിന് കുഴപ്പമുണ്ടാടാ? ഹലോ ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. നീ ഹലോ സംസാരിക്കണേ. ഹലോ. ആ സിന്നി ഒരു കഥ പറയാം. ഈ കഥ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം. അതെ, വെയിറ്റ് ചെയ്യാം, ഒറ്റ കഥ പറയണതിന് മുന്നേ. ബാല, അല്ല വെയിറ്റ്, ഒരു കഥ പറയാൻ പോവുക. വേണമെങ്കിൽ ഇവിടെ ഇരുന്നു. ഒരു കുഴപ്പമില്ല. ഇത് കഥ പറയണം. ക്യൂട്ടൊക്കെ വരും. ഇത് മൂക്കടപ്പ. കഥ തുടങ്ങിക്കോടാ. ശരി, കഥ പറയട്ടെ. എടാ കഥ പറയാം. ഒരു മിനിറ്റ്. ഞാൻ ഇറ്റാച്ചിയും നമ്മളെല്ലാരും ഒരുമിച്ചായിരുന്നു ഗെയിം കളിച്ചോണ്ടിരുന്നത്. ആ ടൈമില് നമുക്ക് ഈ പറയണ പോലെ ഇപ്പൊ നമ്മുടെ സർക്കിളില്ലേ, ഇപ്പൊ ഞാൻ, ബാലൻ, സാവേജ്, കിണ്ടി, അങ്ങനെ നമുക്ക് കുറച്ച് സർക്കിൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടായില്ലേ ബാല, ഇവരൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പൊ ഞാനില്ലേ അതാരാ പറഞ്ഞ? ഈ കഥയിൽ ആ സമയത്ത് നമ്മള് നിന്നെയൊക്കെ തന്തയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്ന അപ്പൊ എനിക്ക് ഇറ്റാച്ചിക്ക് അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടായി. അപ്പൊ നമ്മള് DC-ന്ന് നമ്മള് മാസിലോട്ട് കയറി. മാസിന്ന് ഇങ്ങനെ കളിക്കുമ്പോ മാസ് ആ ടൈമിലാണ് നമ്മൾ ATX ആയിട്ട് തോറ്റ് ഒരു വാറില്ല, നിങ്ങൾക്ക് അറിയാമോ? അല്ല, മാസ് നമ്മൾ ആ ടൈമിൽ തോറ്റായിരുന്നു ഒരു വീഡിയോ മാറായിട്ട്. പിന്നെ ഫുള്ള് വീഡിയോ ഇവരില്ല ആ ടൈമിൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് കുറെ പേര് ഇങ്ങനെ പയ്യം അടുത്ത് അങ്ങനത്തെ രീതിയിലൊക്കെ ആയി. അപ്പോ ATX ആ ടൈമിൽ SNG കളിക്കുമായിരുന്നു. ATX SNG കളിക്കുമ്പോ ഇവർക്കുള്ളവര് നോർമലി നമ്മള് മാസ് ഗ്യാങ് ആണ്. അവർക്കും ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ആ ടൈമില് നിർത്തി തുടങ്ങിയായിരുന്നു. എന്ന് വെച്ചാൽ ഹിറ്റാച്ചി ആ ടൈമിൽ UK പോയല്ലേ. UK പോയി, മാൽപ്രോ ഇവന്മാര് പോയി, സൂമ് പോയി, എല്ലാരും പോയി. ആകെയുള്ളത് ഞാനും പിന്നെ ആരൊക്കെ 2-3 പേരെ എന്തോ ഉള്ളു. ഇവൻ ആ ടൈമില് കൂടുതലും SMG-യുടെ VC-യിലൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ ഏറ്റവും ഒരു കമ്പനി അടിച്ച് അങ്ങനെ നടക്കും. അതായത് എനിക്ക് അപ്പൊ ഇവിടെ ആൾക്കാരില്ലാത്തോണ്ട് SMG VC-യിലായിരുന്നു ഞാൻ ഇരുന്നോണ്ടിരുന്നത്. അപ്പോ ഇവരിങ്ങനെ പറയണ കേൾക്കുമ്പോ ഇങ്ങനെ SNG കയറി ഗ്രൈൻഡ് ചെയ്താൽ പറ്റത്തുള്ളൂ. കാര്യം ഇതിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ SNG ഒക്കെ കളിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗുണമില്ലാത്തതുകൊണ്ട് ഞാൻ ഇറ്റാച്ചി വേറൊരാള് നമ്മൾ 3 പേരും കൂടിയാണ് പ്ലാൻ ചെയ്യണത് TVയെ കയറണം എന്നുള്ളത്. നമ്മൾ 3 പേരും കൂടിയാണ്. അല്ല, ആദ്യം ഞാൻ ഉണ്ടായിരുന്നില്ല. ആദ്യം ഇറ്റാച്ചി ഇല്ല, ഞാൻ UK-യിലാണ്. ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഞാൻ ഈ UK ചെന്ന് ഞാൻ അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്ത് നമുക്ക് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും ഗെയിം കളിക്കുക, അങ്ങനത്തെ രീതിയിൽ. മനസ്സിലായോ? അതായിരുന്നു നമ്മുടെ മൈൻഡ് പ്ലാൻ. അതായിരുന്നു. ഞാനും ഇറ്റാച്ചി ആ പുള്ളി കൂടിയാണ്. അല്ല പറയട്ടെ, ഇറ്റാച്ചി നമ്മള് പ്ലാൻ ചെയ്തു. അല്ല, ഞാനാണ് സ്നൈപ്പിനോട് പറയണത്, എടാ നീ ഇങ്ങനെ നിന്നിട്ടൊന്നും കാര്യമില്ല. ഇറ്റാച്ചിയാണ് എന്നോട് ഫസ്റ്റ് പറയണത്, നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നീ കയറാൻ നോക്കുന്ന പരിപാടി നോക്കുന്നു പറയണത്. അങ്ങനെ നമ്മള് 3 പേര് VC ഇരുന്ന് നമ്മള് 3 പേര് സംസാരിക്കും നമുക്ക് കയറേണ്ട ഇത്. ആ ടൈമിൽ ഇത് മാസമായിരിക്കും ഒന്നും അറിഞ്ഞൂടാ. മാസമാര് ആകെ അറിയണം ഞാൻ കയറണുള്ള ഒരു പ്ലാൻ മാത്രമേ ഉള്ളവർക്ക്. അതെന്നെ ഇറ്റാച്ചിന്റെ കേസ് പറഞ്ഞു. നമ്മള് ഇവിടെ സംസാരിച്ചപ്പോൾ രാജനോട് സംസാരിച്ചപ്പോഴും ഇവരുടെ എല്ലാവരോടും സംസാരിച്ചപ്പോൾ 3 പേരായിട്ട് കയറുന്ന കേസാണ് പറഞ്ഞത്. അപ്പൊ ഇറ്റാച്ചി ഓൾറെഡി പറഞ്ഞു അവൻ 1 മാസം കാണത്തില്ല, അവൻ UK 1 മാസമാണോ 2 മാസമാണോ ഇറ്റാച്ചി കാണത്തില്ല എന്ന് പറഞ്ഞ. 1 മാസത്തോളം എന്തോ കാണത്തില്ല എന്ന് പറഞ്ഞു. അത് ജോലി ആയതുകൊണ്ടേ അതിന്റെ കോൺട്രാക്ട് തീർന്നു വരെ എനിക്ക് അവിടെ നിൽക്കണം. ഇതില് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കോൺട്രാക്ട് ഒക്കെ കിട്ടും നമ്മൾ ചുമ്മാ പറഞ്ഞു. നമ്മളെ വിടത്തില്ല എന്നായി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വിടത്തില്ല എന്നല്ലടാ, അങ്ങനെ പറയല്ലേ. അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വിഷമമുണ്ട്. വിഷമമുണ്ട് എന്ന് വെച്ചാൽ മാസം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിങ്ങൾക്ക് ആ ടൈമിൽ അറിയാന്നല്ലേ മാസത്തിന്റെ പ്രൈം ടൈം അത്. എന്ന് വെച്ചാൽ മാസത്തിലുണ്ടായ പ്ലേയേഴ്സ് എല്ലാം കിടിലായിരുന്നു. ആ 35 പേര് കളിക്കുന്ന 35 പ്ലേയേഴ്സും കിടിലായിരുന്നു. അത്രയും പ്ലേയേഴ്സിനെ കൊണ്ടുവന്നത് ഞാനും ഇറ്റാച്ചിയാണ്. അതെ, 35 പേരെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടില്ല. അടിക്കണവന്മാരെല്ലാരും വിളിച്ചോണ്ട് നമ്മളായിരുന്നു. എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കേറാന്നുള്ള ടൈമിലായപ്പോ ഇറ്റാച്ചി പറഞ്ഞ് ഞാനില്ലാന്ന്. എന്ന് വെച്ചാൽ 2 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ, അവനെ ഇട്ടോ, അവൻ 2 മാസം കഴിയുമ്പോ വരാന്ന് പറഞ്ഞു. പക്ഷെ ഇത് നേരെ തിരിഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായ ഒരാള് പറഞ്ഞ്, എടാ അവരിങ്ങനെ ഇട്ടിട്ട് വരുന്നത് ശരിയല്ല, ഞാൻ വരണെങ്കിൽ ഇനി ATX-ന് അടിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ATX-ന് അടിച്ചിട്ടൊക്കെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ മനസ്സിലുണ്ടായവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഇറ്റാച്ചിനെയും ദിഗോഡിനെയും വിളിക്കണത്.
അതെ അതെ, അതായത് സ്നൈപ്പ് നിർബന്ധിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ. ഞാൻ നിർബന്ധിക്കുവാണ്. അല്ലാണ്ട് വിളിക്കുക എന്നല്ല പറഞ്ഞത്, നിർബന്ധിച്ച്. അതായത് ഇറ്റാച്ചിനെയും ദിഗോഡിനെയും ഗ്യാങ്ങിന്ന് ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാന്ന് പറഞ്ഞ് സ്നൈപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഫുൾ അലമ്പായി. അപ്പൊ എന്താ പ്രശ്നം സ്നൈപ്പാണ് എല്ലാ പ്രശ്നവും എന്ന് പറഞ്ഞിട്ട്. ഇവരുടെയൊക്കെ മനസ്സിൽ ഞാനൊരു കുണ്ണായി എന്ന് വെച്ച് ഇവരെ പ്ലേയേഴ്സിനെ ഞാനിങ്ങനെ വിളിച്ചോണ്ട് പോവാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, സീനൊന്നുമില്ല, എന്തോ ആയിക്കോട്ടെ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാങ് കയറി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുമായിരുന്നു എന്ന് വെച്ച് ഇതുപോലെ ഇവനെ വിളിക്കുമായിരുന്നു. എടാ നീ എപ്പോഴാ വരുന്നത്, ഇവൻ വരുന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണേ. ഞാൻ എപ്പോഴും ഇവനിരുന്ന് വിളിക്കും, അതാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. അതിൽ പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. ഇറ്റാച്ചി അല്ലല്ല, ഞാൻ UK-ലല്ലടാ. അപ്പൊ ഇറ്റാച്ചി എൻ്റെ അടുത്ത് അപ്പോഴും പറയായിരുന്നു, എടാ നിനക്ക് അറിഞ്ഞൂടാ, നീ വിളിക്കണ്ട, വീട് നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇറ്റാച്ചി പറയുമായിരുന്നു. എന്നിട്ട് ഇവൻ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഒരു ടൈം കഴിഞ്ഞപ്പോൾ. നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവന് ഇതിന്നൊന്നും ആവശ്യമില്ല, അവന് വേറെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇറ്റാച്ചി നമ്മുടെ അടുത്ത് അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, അതല്ല, അങ്ങനെയല്ല. ഇതിന്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവനായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, നമ്മളാരും നിന്നെ നിർബന്ധിച്ച് കയറ്റിയിട്ടൊന്നുമില്ല. സേതുവൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്നെ അങ്ങോട്ട് നിർബന്ധിച്ച് എടുക്കണ പോലെയാണ് നീ അവരുടെ അടുത്ത് പോയി പറഞ്ഞിരിക്കുന്നത്. എനിക്കപ്പോൾ അങ്ങനെ, അതായത് എന്താ പറയാ, അങ്ങനത്തെ ആ ഒരു ചീത്തപ്പേരോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നിന്നെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും നീ നിന്റെ കാര്യം നോക്കി പൊക്കോളാൻ പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് അവനായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും നിർത്തി. ഞാൻ പിന്നെ മെസ്സേജ് അയക്കാൻ പോയിട്ടില്ല, ഒന്നും വിളിക്കാനും നിന്നിട്ടില്ല. പൊതുവേ ഞാൻ TV കയറിയതിനു ശേഷം ഞാൻ ആരുമായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് മെസ്സേജ് അയക്കാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഇച്ചിരി ബാഡ് ആയതുകൊണ്ട് ഞാൻ, അതായത് അങ്ങനത്തെ രീതിയിൽ ഒന്നും ആരും വിളിക്കാനോ ഒന്നിനും ഞാൻ നിന്നിട്ടൊന്നുമില്ല. പിന്നെ സ്നൈപ്പ് പിന്നെ പഴയ കമ്പനി ആരൊക്കെ ഉണ്ടോ അവരുടെ അടുത്ത് കമ്പനിയൊക്കെ ഉണ്ട്, അല്ലാണ്ട് സ്നൈപ്പോ അതേപോലെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വിളിക്കാനും ഇതിനൊന്നും നിന്നിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഇറ്റേച്ചൊരു കുണ്ണായി. ഞാനല്ല, പ്രത്യേകിച്ച് ഞാനാണ് വലിയൊരു കുണ്ണയത്. അത് പക്ഷെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് ഇവ ഒന്നും മിണ്ടിയിട്ടില്ല, സ്നൈപ്പ് ഒന്നും മിണ്ടിയിട്ടില്ല. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് എല്ലാ കാര്യവും മുഖത്ത് നോക്കി ആരുടെ അടുത്താണെങ്കിൽ പറയും. ആ ഒരു ഒറ്റ കാരണത്താൽ ഞാൻ പറഞ്ഞതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SNG കളിക്കണ കേസൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഗ്യാങ്ങിൽ കയറുന്ന ടൈമില് സരക്കണ്ണന്റെ അടുത്ത് നമ്മൾ ഈ കേസ് പറഞ്ഞായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടുന്ന് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. SNG കളിക്കാൻ പറഞ്ഞത്, പക്ഷെ അത് പറഞ്ഞത് ഇവനായിരുന്നു തിരുത്തി. അവിടെ വെച്ചിട്ട് എത്തിയപ്പോ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് സ്നൈപ്പാണ് ഇത് പറഞ്ഞെന്നുള്ള രീതിയിലായി. മനസ്സിലായി? അപ്പൊ അവരുടെ കൊണ്ടായി. അതെ, അവര് ഡബിൾ കുണ്ണായി. മനസ്സിലായില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് തിരിക്കണം കൊണ്ടേ ആഷ് ഉണ്ട് ആ ടൈമില്. ആ ടൈമിലുണ്ട്. ആഷ് ഇത് കേട്ടോണ്ടിരിക്കുവാണ്. ആഷ് ഇതൊക്കെ അവിടുന്ന് കേൾക്കുന്നുണ്ട്, പുറത്തുനിന്ന്, അതായത് TVയുടെ സൈഡിൽ നിന്നല്ല, അല്ലാണ്ട് മറ്റേ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഈ പറഞ്ഞ ആള്, TV ഒക്കെ കയറണം എന്ന് പറഞ്ഞിട്ട്. ഇറ്റാച്ചിക്ക് എനിക്ക് അറിയാമായിരുന്നു നമ്മൾ ഊമ്പിച്ചത് ഇവനാണ്. നമ്മൾ പറയും വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ പറയും. അല്ലല്ല, അങ്ങനെ പറയല്ലേ. ഞാൻ ഇവന്റെ അടുത്ത് കുറെ പ്രാവശ്യം പറഞ്ഞു കേസ്. സ്നൈപ്പിന് ആദ്യം ഒന്നും താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ സ്നൈപ്പിന്റെ അടുത്ത് പറഞ്ഞു, അളിയ ഇത് നോക്കിക്കോ, എന്തെങ്കിലുമൊക്കെ വരും, സൂക്ഷിച്ചിരുന്നോ. കാരണം എത്ര എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂടെ കളിച്ചൊരു പ്ലെയർ ആണെന്നുള്ള രീതിയിൽ എനിക്കത് ഉണ്ടായി. എന്നിട്ട് ലാസ്റ്റ് രായണ്ണ എൻ്റെ അടുത്ത് ഇറ്റാച്ച് പറയുമായിരുന്നു വേണ്ട, ഇങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു രായണ്ണനോട് വേണ്ടെന്ന്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ കേറാൻ വേണ്ടി അവിടെ എന്നെ ഇട്ട് കൊടുത്ത്, കേറാൻ വേണ്ടി എന്നെ വീണ്ടും കൊണ്ടേക്കി, കേറാൻ വേണ്ടി എന്നെ വീണ്ടും എന്ന് കൊണ്ടേക്കി. രായണ്ണനോട് പോയി കുറ്റം പറഞ്ഞ്, അവരോട് ഇവരോടൊക്കെ പോയി കുറ്റം പറഞ്ഞ്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കണം. അവൻ ഇങ്ങോട്ട് വന്നിട്ടാണ് ചോദിക്കണത് കേറാൻ താല്പര്യം ഉണ്ടെന്ന്. അതായത് മാസൊക്കെ പോയി. ആക്ച്വലി മാസ് ആ ടൈമില് പിന്നെ പോപ്പപ്പായി വന്നിട്ടില്ല. എല്ലാരും ലൈക്ക് എന്താ പറയാ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ്. അതായത് എന്താ പറയാ, പയ്യൻ അതായത് ഇപ്പൊ ഫുൾ ഓഫ്ലൈൻ മോഡാണ് അവൻ, മനസ്സിലായ? അപ്പൊ അവനൊന്ന് തിരിച്ചൊരു കമ്പാക്ക് അടിക്കണം. ഒരു വലിയൊരു കമ്പാക്ക് ആണോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. എവിടെ മെയിനായിട്ട് പറയാൻ റീസൺ മറ്റേ ഈ പറയണ എന്നെ ഇരുന്ന് ഈ കുറ്റം പറയണവന്മാരെ എല്ലാരും ഗ്യാങ്ങിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം പറയണത്. ഇരുത്തി നമ്മളെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പറഞ്ഞിട്ടുണ്ട്. രായണ്ണന്റെ മനസ്സിലൊക്കെ മറ്റേ കുണ്ണയ്ക്ക് എന്നെ മനസ്സിലായില്ലേ, വെറും കുണ്ണയ്ക്ക് എന്തൊക്കെയോ ഇരുന്ന് പറഞ്ഞു. പക്ഷെ ഈ കർമ്മ എന്ന് പറയണതില്ലേ ഭയങ്കര റിയലാ.
ഇത് നേരെ തിരിഞ്ഞ്, മനസ്സിലായില്ലേ? അവൻ പറഞ്ഞത് അത് അവനായി. അത് ഞാൻ പറയുന്നില്ല. അത് ഇനി അവനെന്തേലും പറയുവാണെങ്കിൽ അത് പറയാം. അത് പറയുവാണെങ്കിൽ ചെറിയൊന്നും കാര്യമല്ല അല്ലേ ചേച്ചി? അതെ. അത് പറയുവാണെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണത് വെറുതെയാണ്. ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് കയറാനുള്ള പ്ലാൻ. അവൻ പറഞ്ഞത് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ഈ കമ്മ്യൂണിറ്റിന്ന് വിളിക്കാത്തൊരു ഗ്യാങ്ങില്ലെന്നാണ്. പക്ഷെ ഈ ഗ്യാങ്ങിന്ന് മാത്രം വിളി വന്നിട്ടില്ല. അത് അങ്ങനെ ഒഫീഷ്യലി ഒരു വിളിയൊന്നും വന്നതായിട്ട് എന്റെ അറിവിലില്ല. കാരണം ആകെ, അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും സ്നേഹിപ്പാണ് ഇവിടെ കേറിയിട്ടുള്ളത് ഫസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ പയ്യൻ ചോദിച്ചാണ് വന്നത്. അറിഞ്ഞൂടാ എന്താ സംഭവം സ്നേഹിപ്പ, എനിക്ക് അറിഞ്ഞൂടാ. നീ വിളിച്ചായിരുന്നു സ്നേഹിപ്പ? ഞാൻ ആ ടൈമിൽ വിളിച്ചോണ്ടിരുന്നായിരുന്നടാ വാളാക്കി. ആ ശരി. അപ്പൊ ചിലപ്പോ അവൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയടാ, നീ വിളിച്ചുകൊണ്ട് അവൻ അങ്ങനെ ഇതായിട്ടുണ്ടാവും. മനസ്സിലായ? ഏത് നീയാണ് വിളിച്ചേന്നുള്ളൂ. ഓ എന്റെ ടിവിന്നൊരു മെമ്പർ വിളിച്ചില്ലടാ. മാസിന്റെ മുമ്പിലും രായണ്ണന്റെ മുമ്പിലും ഞാനൊരു കുണ്ണായി. ഇപ്പൊ അങ്ങനെ ഒന്നല്ല, അത് ഉൾട്ടേ. മനസ്സിലായില്ലേ? ആരും ചിരിക്കണടാ ഇവിടെ. ചിരിയുള്ള പോലെ. എന്തൊക്കെയാണ് എന്തൊക്കെ കഥകളാണ്. ഇതൊരു സത്യമാണ്. നമ്മളൊരു കുണ്ണായി എന്ന് വെച്ചാൽ ഞാനൊരു കുണ്ണായി. ലാസ്റ്റ് രായണ്ണനെല്ലാം മനസ്സിലാക്കി ഇറങ്ങുമ്പോ രായണ്ണനെല്ലാം മനസ്സിലായി. കൊറേ കഥയുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഈഗോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതില് ഗുഡ് ഈഗോയും ഉണ്ട്, ബാഡ് ഈഗോയും ഉണ്ട്. നല്ല ഈഗോ ആണെങ്കിൽ തമ്മിലുള്ള ആൾക്കാർ വളരും. ബാഡ് ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുത്തനെ അടിച്ച് താത്തിയിട്ട് വളരുന്ന രീതിയിലുള്ള ഒരു ഈഗോയും കൂടെ ഉണ്ട്. അപ്പോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ചടിക്കണത്. മനസ്സിലായ? ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ഈഗോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലടാ. പക്ഷെ ചില്ലറ ഈഗോ ആണടാ. നമുക്ക് കുഴപ്പമില്ല. നമ്മളിതൊന്നും ഒന്നും പറയേണ്ട ഒന്നുമില്ല കൈസ്. നമ്മള് മിണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു. മിണ്ടാണ്ടിരുന്നപ്പോ എല്ലാം സംഭവിച്ചു. എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മളെ പറ്റി തന്നെയാണ് അവിടെ ചർച്ച. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എനിക്ക് എത്ര വാച്ചിങ് ഉണ്ട്, ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ ചർച്ച. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വായിൽ വിരലിട്ടിരിക്കാൻ പറ്റത്തേ ഉള്ളൂ. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കൂ. എന്തിനാണ് നമ്മുടെ വാച്ചിങ്ങും അത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വാച്ചിങ് നോക്കുക, എങ്കിലല്ലേ നിങ്ങൾക്ക് വളരാൻ പറ്റൂ. ജോണി മാമൻ ചത്ത പോലെ ഇരിക്കാന്ന്. പാവം ജോണിയാൻ വന്ന സമയം എന്താ പുള്ളിക്കാരന്റെ കഥ പറഞ്ഞതാടാ. നാട്ടുകാരുടെ കാര്യം നോക്കി നടക്കുന്നു. അയ്യോ, ആളെ എന്നെ ഒരു കൊണ്ടാക്കിയിട്ട് ആൾ ഇവിടെ കയറി ഓരോ സ്ഥലത്തൊക്കെ സെറ്റായി ഇങ്ങനെയൊക്കെ വന്നതായി. ഇപ്പൊ മൊത്തത്തിൽ ആള് ഓമ്പി. മനസ്സിലായില്ലേ? ഉറക്കത്തെ എണീറ്റ് വന്നുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു കുണ്ണ, ഡബിൾ കുണ്ണ, ത്രിക്കുണ്ണ, ഇത് മാത്രം കിട്ടിയത് ആരെ പറ്റി അത് പറഞ്ഞായിരുന്നു? ഇതങ്ങനെ നമ്മള് പേര് പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മള് പേരായിട്ട് ഇങ്ങനെ പറയുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാണ് വെറുതെ പേര് പറഞ്ഞ് നമ്മള് ഇനി വേണ്ട, ഞാൻ ഗസ് ചെയ്തോളാം. അതെ, ഗസ് ചെയ്തെടുക്കും. ഇറ്റാച്ചിയുടെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ പറഞ്ഞിട്ട് ഇടയ്ക്ക് അത് വേണ്ട, അത് വേണ്ട. അത് ആ ചർച്ച അവിടെ വെച്ച് നിർത്തി. അത് നമുക്ക് അത് ഓക്സിയുടെ ചർച്ചകളായിരുന്നു. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞ കൊണ്ടയാണ് ഇറ്റാച്ചി കൊച്ചു തരിപ്പനും നീ ഒരു പൂറിമോനുമാണ് തീലേ. എടാ എന്റെ കോംബോ എങ്ങനെയായിരുന്നു അതേപോലെയായിരുന്നു നീലിന്റെ കോംബോയും. സത്യല്ലേ? രണ്ടും തൂറി. വേറെ ഒന്നുമില്ല, കർമ്മ അടിച്ച് ആളിപ്പോ മുമ്പിൽ തെറ്റിയിരിക്കണ്. നമുക്കതൊന്നും ഇല്ല. ഈഗോ ആണ് വലിയൊരു പ്രശ്നം. ഇറ്റാച്ചിനോട് ചെറിയൊന്നും ഈഗോ വരുന്നത് എന്റെ അടുത്തൊന്നും ഇല്ല, ഇറ്റാച്ചിനോട് ഉണ്ടായി നല്ല രീതിക്ക്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു മനസ്സിലാവുന്നുമില്ല. ഞാൻ ഇന്നേ വരെ ഗൈസ് ഉള്ളത് പറയാലോ, ഗ്യാങ്ങിന് വേണ്ടി എന്തെങ്കിലും ബെറ്റർ ആവുന്നുണ്ടോ അത് ഞാൻ ചെയ്യാൻ നിന്നിട്ടുള്ളൂ. പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഈഗോ കാണിക്കേണ്ട ആവശ്യം എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രശ്നമൊക്കെ ഉണ്ട്, പറഞ്ഞു തരാം, നീ കേട്ടാ മതി കേട്ടാ. ഒരു സ്നൈപ്പിന്റെ അടുത്തൊക്കെ ഇങ്ങനെ മറ്റേ ടി വി കയറാൻ ആഗ്രഹം ഉണ്ടറാ, ഒന്ന് സെറ്റ് ആക്കോടാ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ ആ ടൈമില് ഞാൻ ഇറ്റാച്ചിനോട് ഞാൻ ഇത് വന്ന് പറഞ്ഞു. ഇറ്റാച്ചി പറഞ്ഞു, എടാ നീ എനിക്ക് മെസ്സേജ് അയക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റാച്ചിക്ക് മെസ്സേജ് അയക്കുന്നു. ഇവ എനിക്ക് മെസ്സേജ് അയക്കൂലടാ. ഇവ എനിക്ക് എന്ത് വന്നാലും എടാ, ഞാൻ ഒരു കാര്യത്തിൽ ഇത്രയും നാൾ കൂടെ കളിച്ചല്ലേ, എന്റെ അടുത്ത് മെസ്സേജ് എന്താ? എന്റെ അടുത്ത് മെസ്സേജ് സ്ലോട്ട് വെക്കണോണ്ട് എന്താ പ്രശ്നം?
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ കുറെ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് DC കളിച്ചവരെയൊക്കെ. അതില് ഇപ്പൊ DC കളിച്ചതില് മോബി ആണെങ്കിലും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ജുഗ്രുവിനെ കുറിച്ച്, അതായത് ജുഗ്രു നമ്മുടെ കൂടെ DC ഇല്ല, ജുഗ്രു നമ്മുടെ കൂടെ DC ഇല്ലായിരുന്നു. എന്നാൽ പോലും ഞാൻ ഇവിടെ സ്നൈപ്പിന്റെ അടുത്ത് പറയട്ടെ, ജുഗ്രു അവിടെ സ്ഥിരമായിട്ട് അവിടെ ലൈവ് ഇട്ട് കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതെ, അങ്ങനെ എല്ലാരെയും നമ്മൾ ഇവിടെ പറയും. നമുക്കറിയണ്ടേ ഇങ്ങനെ ഒരു ആൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് എന്റെ അടുത്ത് പറയുന്നില്ല, മനസ്സിലായോ? പറയണത് സ്നൈപ്പിന്റെ അടുത്താണ്. എന്റെ അടുത്ത് സംസാരിക്കാനുള്ള ഈ പറഞ്ഞ ആളൊന്നും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഇതുവരെയായിട്ട് ആ പുള്ളിനെ പറ്റി ഒന്ന് കുറ്റം പറയാം. ബാലനൊക്കെ ഉണ്ടായത്, ബാല ഞാൻ ഇതേവരെയായിട്ട് ഇവനെയൊക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവാല. അവന് എന്നെ പറയേണ്ട ദിവസമില്ല എന്നാ കേട്ടത് ഞാൻ. എന്നെ അതില് സാവേജ് ഒരു ഇരയായി, സാവേജിനെ പറ്റിയും സാവേജ് ഒക്കെ മെയിൻ ഇരയില്ലായിരുന്നു. സാവേജ് ഒക്കെ മെയിൻ ഇരയായി. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്നുമില്ല, നമുക്കിപ്പോ എന്താടാ. ഇല്ല, ഇതില് വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാലടാ, ഞാനും ഈ പറഞ്ഞ പോലെ അല്ലല്ല വിറ്റി, ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാലിനെ, സ്നൈപ്പിന്, സാവേജിന് എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. നമുക്ക് കുഴപ്പമില്ല. എടാ ഞാൻ ഒരു കാര്യം പറയാം, ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് പറയണതാണ് ഏറ്റവും വലിയ ഇത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ, അതിന്റെ റീസൺ എന്താന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ പുറത്താന്നുള്ളത് അറിയാം. ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും റിഗ്രറ്റ് അടിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഞാൻ TV ഇറങ്ങിയതിന്റെ ആ ഒരു മൊമെന്റ് ഇല്ലേ, അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഉള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. അന്നും പറഞ്ഞാണ്, ഇന്നും പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൊമെന്റിൽ ഒരു മിസ്റ്റേക്ക് പറ്റി, ആ മിസ്റ്റേക്ക് ഇത്രയും വലുതായി. ഇപ്പൊ രാണന്റെ അടുത്ത് ചോദിച്ചാല് രാണനും ഒരേ സ്വരം, ഞാൻ രാണനും ഒരേ സ്വരത്തിലേ പറയത്തുള്ളൂ. ഓക്സി ആണെങ്കിലും അത് തന്നെ പറയത്തുള്ളൂ. അതങ്ങനെയാണ്. അത് ഒരു വലിയൊരു ലൂപ്പിലായിരുന്നു മായര്. ആലേക്കേ കൂടെ വയ്യത്. പിന്നെ നോക്കിയ പറയണമെന്ന് വെച്ചാൽ ഇവൻ ഒരു കുറ്റം പറഞ്ഞ വല്ല ക്ലിപ്പ് ഉണ്ടാവുന്നതായിരിക്കും പറയണത്. നോക്കിയന്റെ കേസ് ഞാൻ പറയാം. ഞാനും ഇവന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ മന്ദാരത്തിന്റെ VC ഒന്നായിരുന്നു. അതിന്റെ അടുത്ത് റെക്കോർഡിംഗ് ഉണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു. എനിക്കറിയായിരുന്നു ഇവൻ എന്തെങ്കിലും ഒരു എതിരെ വരുമെന്ന് എനിക്കറിയായിരുന്നു. അമ്മടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളെ പറ്റി ഒന്ന് കുറ്റം പറയണ PO നമുക്ക് കിട്ടി. PO പറഞ്ഞതെന്ന് വെച്ചാൽ ഇവനെ ഫീഡ് ചെയ്തത് അങ്ങനെയാണ്, ഇവൻ ആ ഫീഡില് അവൻ അതിലൊരു ഏരയായി മാറിയതാന്നൊക്കെ രീതിയിൽ അത് ഏറ്റവും വലിയ കോഡ് എന്തറിയോ, അവനത് സ്നൈപ്പിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തത് TV കയറാൻ വേണ്ടിട്ടാ. ആണ് അത് നമുക്കറിയായിരുന്നു. ഞാൻ പക്ഷെ അന്ന് കൊടുത്താട്ടെ വിട്ടത്. സാവേജ് പറഞ്ഞ പാവോടാ വിടറാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇരുത്തി അന്ന് നല്ലത് പറഞ്ഞിട്ടൊക്കെ ഞാൻ കൊടുത്തത്. എനിക്ക് പറയാനുള്ളത് ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് TV കയറ്റാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാനും അവന്റെ അടുത്ത് നോക്കിയുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് അവൻ ബെല്ലാരി കളിച്ച സമയത്ത് ഞാൻ ഇവിടെ നിന്ന് TV ഇറങ്ങിയതാണല്ലോ. അപ്പൊ ഞാൻ ആ ടൈമില് ഞാൻ നോക്കിയുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു, നീ ബെല്ലാരിയിൽ വന്നത് സത്യം പറ, TV കയറാനല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ആ പ്ലാനേ ഇല്ല, ഞാൻ ബെല്ലാരി തന്നെ കളിക്കാനാണ്. ഇവിടെ ഉള്ളവരെല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര സെറ്റായി, എനിക്ക് TV കയറണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എന്ന്. ഇല്ല, ഇവൻ ബോംബ് പൊട്ടിക്കട്ടോ. അത് കഴിഞ്ഞ് നാളൊക്കെ ശേഷമാണ് ഒരു ബോംബ് നീ പൊട്ടിക്കടാ. ഡോക്കിയുടെ ബോംബ് സൈക്കിളിന് ശേഷം ഡോക്കിയ. എനിക്ക് മറ്റേ ഡൊമിനിക്ക് ഇതുപോലെ അതുപോലെ അല്ലടാ, വൺസ് ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല്, വൺസ് ഈ ബോംബ് പൊട്ടുമ്പോ ഓരോരുത്തർക്ക് അഫക്റ്റ് ആവും. പിന്നെ ആ ബോംബിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നോക്കിയുടെ റോള് ചെറിയ റോളാണ്. ആ റോള് നമ്മൾ ഒരു 5 മിനിറ്റിന്റെ അകത്ത് നമ്മൾ നോക്കിയനെ തട്ടിക്കളയും, അത് വേറെ കേസ്. പിന്നെ ബാക്കിയുള്ളവരുടെ ഒരു കഥയുണ്ടാവും, അത് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയേണ്ടി വരും. എനിക്ക് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ 1-2 മണിക്കൂർ വാസുണ്ണന്റെ അടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോ പറഞ്ഞ കേസ് വീണ്ടും 1-2 മണിക്കൂർ ഞാൻ വീണ്ടും ഇരുന്ന് പറയേണ്ടി വരും എന്നുള്ള ഒരൊറ്റ വിഷമമുള്ളൂ. ഞാനിപ്പോഴും പറയാം, നമ്മളിത് ഒന്നും മിണ്ടത്തില്ല. നമുക്ക് വാസുണ്ണൻ പറയേണ്ട ഒന്നും മിണ്ടൂല, അത്രേ എനിക്ക് പറയുള്ളൂ. നമ്മളെ അവന്മാരെ ട്രിഗർ ചെയ്യണവരെ നമ്മളൊന്നും മിണ്ടത്തില്ല. നമ്മളെ ട്രിഗർ ചെയ്തതിനെ പറയും. ഈ പറയണ പോലെ ഇവന്റെ മെയിൻ സീനായിരുന്നു ഇവൻ അവിടെ നിന്ന് കുറ്റം പറയണതും ഈ മറ്റേ ഒരു താളവും ഇട്ടായിരുന്നു. ഈ പറയണ കുറ്റം പറയണവന്മാരൊക്കെ എന്നെ എല്ലാ ഗ്യാങ്ങിൽ നിന്ന് ഇവിടെ നിന്ന് വിളിച്ചതാണ്. എല്ലാ ഗ്യാങ്ങിൽ നിന്നും വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടോ? എന്റെ ഭാഗത്തു നിന്നാണ് ഞാനവിടെ വിളിച്ചത്. അത് ഞാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാനായിരുന്നു വിളിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല, ഞാനായിരുന്നു വിളിച്ചത്. ഞാൻ ഇത്രയും പറഞ്ഞത് അത് പറയാൻ വേണ്ടിയായിരുന്നു. ഇതൊരു അപരാധമല്ല, ഇതൊരു അപരാധമില്ല, ഒരു കഥ പറഞ്ഞത് നമ്മള്. ഇതൊരു കഥയാണ്, നടന്ന കഥ, റിയൽ ലൈഫ് സ്റ്റോറി. ഓ മൈ ഗോഡ്. ജോണി മാമൻ പോയോ?
ജോഷി കഥ കേട്ട് ഉറങ്ങിപ്പോയി. വീസിന്ന് ഇറങ്ങിപ്പോയി. പാവം പിടിച്ച ഉറങ്ങി കിടക്കുന്ന ആളെ വിളിച്ചു സ്ലോട്ട് വരുത്തിയതാണ്. ചോദിച്ചിട്ടുള്ള കാര്യം ലാസ്റ്റ് ലൈവ് ഉക്കർ റോക്കി പറഞ്ഞു. ടീച്ചർ ആര്? സ്ലോട്ട് ആര്? ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ആര്? അതൊന്നും ഇല്ല. അതൊക്കെ ചുമ്മയാണ്. ആർക്ക് സ്ലോട്ട് ചോദിച്ചെന്ന്? അതൊക്കെ ചുമ്മയാണ്. എടാ അത് ചിലപ്പോ നോക്കിയ ചോദിച്ചതായിരിക്കൂടാ സ്നേഹിപ്പേ. നോക്കിയ. പിന്നെ അല്ല നോക്കിയുടെ കേസ് നോക്കിയ എവിടെ വേണമെങ്കിലും സ്ലോട്ട് ചോദിച്ചോട്ടെ. അതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമില്ല. പിന്നെ അവന്റെ ബോംബ് നീ ബോംബ് പൊട്ടിക്ക്. നമ്മള് ബാക്കി ബോംബിന്റെ കാര്യം നമ്മള് നോക്കിക്കോളാം. എന്തൊക്കെയല്ലേ കഥകള്, ഓരോ കഥകള്. കണ്ണൂര് പ്രണവ് ഇരിക്കുമ്പോ നീ ബോംബ് തോട്ടയുടെ പ്രണവ് ഉള്ളപ്പോ നീയൊക്കെ ബോംബ് പൊട്ടിക്കുന്ന പ്രണവാണ് ഇവിടെ തോട്ട പ്രണവോട് ഇരിക്കുമ്പോ നീയൊക്കെ ബോംബ് പൊട്ടിക്കുന്ന തോട്ട കുട്ടനാടാ നമ്മളെ തോട്ടക്കുട്ടാ. ഇത്ര എനിക്ക് പറയണമെന്ന് തോന്നി. എന്ന് വെച്ചാ എല്ലാരുടെ മുമ്പിൽ നമ്മളെ കുണ്ണയാക്കി. ഇപ്പൊ ആള് വലിയൊരു കുണ്ണയായി മാറി. ജോഷു എന്താ പറഞ്ഞു? ജോഷു ഒന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. നിങ്ങൾ എല്ലാവരും ഇന്നലെ പറഞ്ഞു ജോഷു എന്തൊക്കെയോ പറഞ്ഞെന്ന്. പക്ഷെ എന്റെ അറിവില് ജോഷു ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇതില് ജോഷുക്കൊന്നും റോളില്ലടാ. അവൻ നമ്മുടെ കൂട്ടത്തില് ഡയോസി കളിക്കാൻ വന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇവന് അതിലൊന്നും റോളില്ല. റോളുള്ളവന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ലൈവില്. എന്റെ കുണ്ണയെന്നൊക്കെ പറഞ്ഞാല് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുണ്ണ തന്നെയാണ്. ഇറ്റാച്ചി കുണ്ണയാണ്. ഞാൻ നമ്പർ 2 കുണ്ണ, ഇവൻ നമ്പർ 1. മനസ്സിലായോ? എനിക്ക് പ്രശ്നമില്ല. ഞാൻ കുണ്ണ തന്നെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വയം കുണ്ണയല്ല എന്ന് പറയണത്. വലിയ കുണ്ണ നീയാണ്. അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മള് പറയും, ഞാൻ ഓപ്പണായിട്ട് പറയും പെശക ഞാൻ. മനസ്സിലായോ? ഈ കാര്യത്തില് ഇത് നമ്മളൊക്കെ മിണ്ടാണ്ടിരിക്കണമെന്ന് വെച്ചിട്ട് മറ്റെന്താ പറയാ, ഒരുമാതിരി നമ്മളിട്ട് ചൊറിയല്ലേ, അത്രേ പറയുള്ളൂ. നമ്മുടെ കാര്യം നോക്കി നടക്കാണ്ട് സ്വന്തം കാര്യം നോക്കണം. അല്ലെങ്കിൽ പഴയ ഇതാവും. സ്നൈപ്പും ഞാനും കൂടെ ഇരുന്ന് പിന്നെ ഡെയിലി ഇത് തന്നെ. മറ്റേ തമ്മനയിലൊക്കെ ഉണ്ടാവും സ്നൈപ്പിന്റെ പണ്ടത്തെ, കണ്ടിട്ടുണ്ടോ? കാണിച്ചിരിക്കുന്നത് ഊമ്പടെ മൈര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമ്മനയിലുണ്ട്. അതിട്ട് ഇറങ്ങും, യൂട്യൂബിൽ ഇറങ്ങും. മനസ്സിലായ? കിക്കിലല്ല, യൂട്യൂബില് പഴയ രീതിയിലെങ്കിലും തുടങ്ങും. എടാ ജോഷു ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ആ ലൈവ് ഇരുന്ന് റിയാക്ട് ചെയ്യുവാണ്. ശരി, നീ DC ട്രോൾസ് നോക്കിയിരിക്കും. ഞാൻ മോളി ഉണ്ടാവും. അതിന് തന്നെ ഞാൻ വിചാരിച്ചു കറക്റ്റ് സാധനം റിയാക്ഷൻ ഞാൻ വിചാരിച്ചു എപ്പോഴും തരുമ്പോൾ അക്കായിരിക്കും. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇവനില്ലേടാ, ഇവനൊരു ഇവന്റെ മറ്റന്നാളെ ഇവന്റെ ഉമ്മച്ചി വരും. നിങ്ങൾ ചാറ്റിൽ കുണ്ണേന്നൊക്കെ വിളിച്ചൊന്നും പറയാൻ പോണില്ല. തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അവന് വിളിച്ചവനെ നാളെ അവനെ പറയാണ്ടെങ്കിൽ ഏട്ടാ പറഞ്ഞൂടെ? എന്തായാലും എന്ന് പറഞ്ഞില്ല. അല്ല നീ നിന്നെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ മുട്ടിരിക്കുവാർന്നോ പറയാൻ വേണ്ടി? അല്ല എന്നെ പറഞ്ഞ അടുത്തുണ്ട്. ഞാൻ അടുത്ത് വെച്ച് കാണിക്കുമല്ലോ അല്ലത് എന്നെ കൺവിൻസ്. ഞാൻ എന്റെ ആകെ ഒരു കേസേ ഉള്ളൂ, സ്ലോട്ട് വയ്ക്കുന്ന കേസ്. അതല്ലാതെ ഓൽക്ക് എന്തേ കൊണ്ടുവരാൻ പറ്റിയ ഒരു കൊണ്ടട്ടെ. ആരടാ ഞാൻ നിന്റെ വോയിസ് ഞാൻ ആദ്യമായിട്ടാണ് കേക്കണേ. ഞാൻ എടാ നോക്കിയ നിനക്കിത് ബാധിക്കത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്കിത് ബാധിക്കത്തില്ല. എന്റെ ആയ നീ സ്ലോട്ട് വയ്ക്കണ POV, പിന്നെ നീ എല്ലാവരും ഉള്ളവരെ അവരിങ്ങനെ പറഞ്ഞോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ നീ പറയണത്. പിന്നെ ഇതേമാതിരി ദാമുവിന്റെ കേസ്, ദാമുവിനെ T47 അവര് TV കയറുവാടി കയറിക്കോ, ഇവിടെ നിക്കണ്ടെന്നൊക്കെ പറയണ ആ POV എന്റെ അടുത്തുള്ളൂ. ഹിറ്റാച്ചി പറയാൻ പോണേ ഇതൊന്നും ആയിരിക്കില്ല. നിന്റെ കൂടെ കളിക്കണവന്മാരെ ചരിത്രം പറയാവൻ. നിന്നെ പറ്റി പറയത്തില്ല അവൻ, നീ പേടിക്കണ്ട. ഏതെങ്കിലും ഒരുത്തന്റെ വായിന്ന് ഇമ്മാതിരി ഒരു സർവറിനെ പറ്റി ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഇപ്പൊ പറയാം, 6 ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിൽ ഇപ്പൊ ലിസ്റ്റിട്ട് എത്ര മെമ്പേഴ്സ് ഉണ്ടോ എല്ലാത്തിനുള്ള ബന്ധമുണ്ട്. പച്ചക്ക് പറയുന്നത്, പച്ചക്ക് ഇതിന്റെ ലാസ്റ്റ് 10 മാണിയാണ് എഴുതിയെടുക്കും. അത് തന്നെ മാസം തന്നെ. എന്താ നിനക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇതാ കാണാൻ വഴി ഇറങ്ങി പോടാ.
കിരിയപ്പാപ്പൻ പഴയ പാപ്പൻ ഗോകുവിന് കുറെ കിട്ടിയിരുന്നേട്ടാ. എന്നടാ ആ ഫുള്ള് കാണുന്നു. എടാ അവന്റെ ഇരുന്ന് കാണേണ്ട ആവശ്യം നമുക്കുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണത്? നമുക്ക് നമ്മുടെ കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് ഇനി പിറ്റാച്ചിന്റെ കേസ് അവൻ ഇനിയിപ്പോ കിറ്റാച്ചി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ പി ഒ അവൻ കാണിക്കട്ട്. അവനല്ലേ ബോംബ് പൊട്ടിക്കുന്ന പറഞ്ഞു. അവൻ ബോംബ് പൊട്ടിക്കട്ടെ. ഇനി അവനെ പറ്റി പറഞ്ഞ അവൻ ബോംബ് പൊട്ടിക്കുന്നല്ലേ പറഞ്ഞ പൊട്ടിക്ക്.